നമുക്ക് ഒന്ന് അരുൺ കൊടുങ്ങൂരിലേക്ക് പോകേണ്ടതുണ്ട്. കൊച്ചിയിൽ അരുൺ കൊടുങ്ങൂർ, ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു സ്ഥലം ചോദ്യം നമ്പർ 1 HMTയുടെ ഭൂമിയാണ്. അതൊട്ടും അനുയോജ്യമല്ല എന്നുള്ളതാണ് ഈ ഹൈക്കോടതി പെറ്റീഷനിൽ പോലും ചൂണ്ടിക്കാണിക്കുന്നത്. 2, വളരെ വ്യക്തമാണ്, അക്കമിട്ട് പറഞ്ഞിരിക്കുകയാണ് മാനദണ്ഡങ്ങൾ. എയിംസ് അനുവദിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന് എയിംസ് അനുവദിച്ചാൽ എന്തൊക്കെയായിരിക്കണം ആ സ്ഥലത്തിനുണ്ടാവേണ്ട യോഗ്യതകളെന്ന്. അങ്ങനെ 3-4 സ്ഥലം ചൂണ്ടിക്കാട്ടണം, മിനിമം 200 ഏക്കർ സ്ഥലം വേണം തുടങ്ങിയുള്ള ചില മാനദണ്ഡങ്ങൾ. ഇതൊന്നും പാലിക്കാതെ നിരന്തരമായി എയിംസ് തരാമെന്ന് പറഞ്ഞ് പറ്റിക്കുന്നു. കേന്ദ്രമന്ത്രിയുടെ തലയിൽ കയറുന്നു, സംസ്ഥാന BJP അധ്യക്ഷൻ്റെ തലയിൽ കയറുന്നു, സാമൂഹ്യ മാധ്യമത്തിൽ വന്ന് സാധാരണ വിളിച്ചാൽ കിട്ടാത്ത മന്ത്രിമാരൊക്കെ സാമൂഹിക മാധ്യമങ്ങളിൽ വന്ന് ഇതാ ബജറ്റ് 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, ഇനിയും കിട്ടിയില്ല എയിംസ്. നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യമാണ് ഇന്ന് സർക്കാരിനോട്, മന്ത്രിയോട്, മുഖ്യമന്ത്രിയോട്, അധികൃതരോട്, ജനങ്ങളെ സാക്ഷി നിർത്തി ജനങ്ങൾക്ക് വേണ്ടി ജനം TV ചോദിക്കുന്നത്. അരുൺ കൊടുങ്ങൂർ. തീർച്ചയായും ആ ചോദ്യം തന്നെയാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. നമുക്കറിയാം, ഈ കേരളത്തിലെ സംബന്ധിച്ചോളം ഈ ആരോഗ്യരംഗം നമ്പർ 1 എന്ന് പറയുമ്പോഴും നമുക്ക് അടിസ്ഥാന വിഭാഗത്തിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് സർക്കാർ ആതുരാലയങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അവർക്ക് കൃത്യമായി ചികിത്സ ലഭിക്കുന്നതിലടക്കം ഉണ്ടാകുന്ന കുറ്റകരമായ അനാസ്ഥ, ഗുരുതരമായ വീഴ്ച, ഈ കാര്യങ്ങളൊക്കെ തന്നെ ഓരോ ദിവസവും അക്കമിട്ട് നിരത്തുന്നു. ഈ സമയത്താണ് വലിയ പ്രത്യാശ നൽകിക്കൊണ്ട് എയിംസ് എന്നുള്ള ഒരു വലിയ സ്വപ്നം, അത് നരേന്ദ്രമോദി സർക്കാർ കേരളത്തിനായി നൽകുന്നു എന്നുള്ള ഒരു വലിയ സ്വപ്നം വരുന്നു. അത് കൃത്യമായി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു, അതിനുള്ള എല്ലാവിധ സഹായങ്ങളും അവർ ചെയ്യുമെന്ന് പറയുന്നു. പക്ഷേ ഇവിടെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും കുറ്റകരമായിട്ടുള്ള അനാസ്ഥ ഉണ്ടാകുന്നത്. എയിംസ് തന്നോളൂ, നിങ്ങൾ തന്നോളൂ, കേരളത്തിൽ നിർമ്മിക്കാം എന്നതിനപ്പുറത്തേക്ക് കാര്യമായ ഒരു ഇടപെടലും കൃത്യമായ ഹോംവർക്കുകൾ ഒരു കാര്യത്തിലും നടന്നിട്ടില്ല. രാഷ്ട്രീയ ആയുധമാക്കി ഇതിനെ കാണുന്നു. അതിനപ്പുറത്തേക്ക് ഒരു ഇടപെടലും നടത്താൻ സംസ്ഥാന സർക്കാരിനായിട്ടില്ല. ഈ 1.5 മണിക്കൂർ നീണ്ട ചർച്ച അത് കൃത്യമായി തന്നെ നമ്മൾ തുറന്ന് കാണിക്കുകയും ചെയ്തതാണ്. ഇത് തന്നെയാണ് ഏറ്റവും വലിയൊരു രാഷ്ട്രീയ ആയുധമായി കാണിക്കുന്നു. അതിനുള്ള കൃത്യമായ ഒരു മറുപടി കൂടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഈ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ ഇനി ചോദിക്കാനുള്ളതും ഏറ്റവും പ്രധാനമായി പറയാനുള്ളതും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കിനാലൂർ എന്നുള്ളൊരു സ്ഥലത്തേക്ക് മാത്രം ഒതുക്കിക്കൊണ്ടുള്ള സർക്കാരിൻ്റെ ഈ ഗൂഢമായ നീക്കം, ആ നീക്കം തന്നെയാണ് വലിയ ചോദ്യം ചിഹ്നമായി അവശേഷിക്കുകയും ചെയ്യുന്നത്. മറ്റു പല സ്ഥലങ്ങളിലും എവിടെ വേണമെങ്കിലും ജനങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്താൻ കഴിയുന്ന, ജനങ്ങൾക്ക് ഏറ്റവും ഉപയോഗപ്രദമാകുന്ന ഒരു സ്ഥലത്ത് എയിംസ് വേണം. അതുതന്നെയാണ് എല്ലാവരുടെയും ആവശ്യം. അതുതന്നെയാണ് കേന്ദ്ര സർക്കാർ പറയുന്നതും ചെയ്യുന്നത്. ആ മാനദണ്ഡങ്ങൾ എന്തുകൊണ്ട് പാലിക്കപ്പെടുന്ന സ്ഥലങ്ങൾ കണ്ടെത്തുന്നില്ല? അതൊരു വലിയ ചോദ്യമാണ്. അതിനപ്പുറത്തേക്ക് ഓരോ ബഡ്ജറ്റ് വരുമ്പോഴും നമുക്ക് എയിംസ് ഇല്ല, കേന്ദ്ര സർക്കാർ അവഗണിച്ചു എന്നുള്ള ഈ കേവലം ഒരു പറച്ചിലിനപ്പുറത്തേക്ക് ആത്മാർത്ഥമായുള്ള, അതുതന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട വാക്ക്, ആത്മാർത്ഥമായുള്ള എന്ത് ഇടപെടലാണ് ഇവർ ഇതുവരെയും നടത്തുന്നുള്ളൊരു വലിയ ചോദ്യം. ഒരു സോഷ്യൽ മീഡിയയിലൂടെയും അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും ഞങ്ങൾക്ക് കേരളത്തിന് എയിംസ് കിട്ടിയില്ല എന്ന് മന്ത്രിമാർ പറയുമ്പോൾ ശരിക്കും ആ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായി തന്നെ ഹൈക്കോടതി അല്പസമയങ്ങൾക്ക് മുമ്പ് രേഷ്മ കൃത്യമായി തന്നെ പറഞ്ഞു. ഹൈക്കോടതി പ്രകടിപ്പിച്ച ആ സംശയം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. എന്തായാലും എല്ലാവരുടെയും കണ്ണിൽ പൊടിയിടാൻ എങ്ങനെയെങ്കിലും പദ്ധതി വന്നാൽ അല്ലെങ്കിൽ വരുന്ന പദ്ധതികളൊക്കെ തന്നെ പേര് മാറ്റി അവതരിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് കാര്യമായ ഒരു ഇടപെടലും സംസ്ഥാന സർക്കാരിന് നടത്താൻ കഴിയുന്നില്ല. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഒരുപാട് ആയിരക്കണക്കിന്, 10,000-കണക്കിന് നിർധനരായ ആളുകൾക്ക് വലിയ ഒരു ആശ്രയമാകേണ്ട ഒരു പദ്ധതിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത കൂടെ കേരളത്തിന്, നമ്മുടെ സംസ്ഥാനത്തിന് ഇല്ലാതാകുന്നത്. അതിൽ വലിയ രീതിയിലുള്ള കുറ്റകരമായ ഒരു അനാസ്ഥ അവിടെ നിലനിൽക്കുകയാണ്. കൃത്യമായ ഒരു ഇടപെടൽ ഇനിയെങ്കിലും ഉണ്ടാകേണ്ടതാണ്. അല്ലാതെ പഴി പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നതിനപ്പുറത്തേക്ക് ക്രിയാത്മകമായ ഇടപെടൽ, പ്രായോഗിക തലത്തിലേക്ക് എയിംസ് കൊണ്ടുവരുന്നതിനുള്ള ക്രിയാത്മകമായ ഇടപെടൽ തന്നെയാണ് ഇവിടെ അത്യാവശ്യമായി വരേണ്ടത്. എന്തായാലും രാഷ്ട്രീയ ആയുധത്തിനപ്പുറത്തേക്ക് ജനങ്ങൾ തിരിച്ചു ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. എയിംസ് വരണമെങ്കിൽ അതിനുള്ള മാനദണ്ഡങ്ങൾ നേരത്തെ വിശദമായി തന്നെ നമ്മൾ ആ മാനദണ്ഡങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തിരുന്നു. മാനദണ്ഡങ്ങളൊക്കെ തന്നെ പാലിച്ചുകൊണ്ടുള്ള ഏറ്റവും അനുയോജ്യമായ ഒരിടത്ത് തന്നെ എയിംസ് വേണം എന്നുള്ള ഒരു ആവശ്യം പറയുന്നു. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ കടമയായി തന്നെ ഇത് കണ്ടുകൊണ്ട് ചെയ്യേണ്ട സമയം ഇപ്പോഴും അതിക്രമിച്ചിരിക്കുകയാണ്. പ്രദീപ്.